അത് മറ്റേ പ്ലെയർ ടാഗ് ഓഫ് ചെയ്ത് മറ്റേ പ്ലെയർ ടാഗ് ഓഫ് ചെയ്ത് അപ്പൊ അടുത്ത് മുമ്പ് മാത്രം കാണുള്ളൂ. അല്ല ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോണ പോലെ തോന്നി. എല്ലാരും ചാടി ചാടി പൊത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓൾ സെറ്റ് ഓൾ സെറ്റ്. അപ്പൊ പ്ലെയർ ടാഗ് മറ്റേ പ്ലെയർ ടാഗ് വന്ന് ലൈഫും കാണിക്കും. സെറ്റായി. മറ്റേതില് പേരേ കാണിക്കുന്നില്ല. പിന്നെ ലൈഫ് ഒരാൾ ഓജി സാവേജ് സാവേജ് SPB. എടാ ഇപ്പഴേ അത് നേരെ അവരെ ചെയ്തോടാ. വീണ്ടും ചത്ത് അവൻ. സാവേജ് നോക്കായത് ഫിനിഷ് ചെയ്താന്നു. അത് ഡബിൾ ആയിട്ട് കാണിക്കില്ല. ഡബിൾ എഫ് അവർക്ക് കാണും. സാവേജ് വിഷയ വന്നിട്ടുണ്ട്. ഞാൻ പോയി പറഞ്ഞിട്ട് പോവാൻ പറ്റുമോ? പോവാൻ പറ്റുമായിരിക്കും തോന്നുന്നൂലേ. വിശ്വസിക്കാം. ഒരാളോട് പോയിട്ടാ ഇത് അടുത്ത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ഇത് ഡിസ്റ്റൻസ് കുറവാ. മറ്റേത് ഗോറ്റും കൂടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ. സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്ത് ഉണ്ടോ? മാച്ച് സ്റ്റാർട്ടായോ? ആരൊക്കെ ഫൈറ്റ്? ഓ ഇതങ്ങനെ പോയില്ലാട്ടാ. അത് സെറ്റ് ചെയ്യണ്ട നമുക്ക്. സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്തായിട്ട് കാണിച്ചു. എത്ര ഫ്ലൈറ്റ് ബഗ്ഗുകൾ ഒരുപാട് പേര് ഉണ്ടായോ? ഒരു 4 പേരെന്തോ. അല്ലെങ്കിൽ മാപ്പിലെങ്കിലും കാണിച്ചാ മതിയായിരുന്നു അല്ലേ. മാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഓപ്പൺ ആക്കാൻ പറ്റാൻ പക്ഷെ ഇത് വരുന്നില്ല. അവിടെ കില്ലോ അവിടെ കെവിൻ സ്മിത്തിനെ എടുത്ത് TV സ്റ്റഫ്. കളർ നോക്ക്. കളർ റെഡ് നോക്ക്. റെഡ് കളർ വെച്ച് നോക്കി. മാപ്പ് നോക്ക്. മാപ്പ് റെഡാ. TV റെഡ് അല്ലേ? ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് അല്ലടാ. KV ആടാ. അവര് മാറി മാറി ഇരുന്നു. KV അവിടെയാണ് നോട്ട് ചെയ്ത് വെച്ചല്ല. ടഫിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഇവരല്ല വള്ളി ടീംസ് ഇതെടുത്ത പിക്ക് എടുത്തത്. മാപ്പ് ഓണായി പക്ഷെ ഇത് ഓണാവുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാലോ. ഇത് ഫിക്സ് ചെയ്യാം. ഇവിടെ ഫൈറ്റ് നടക്കണ ടക്ക് ടക്ക് പോകാൻ പറ്റില്ല. അതാണ് അത് ഫിക്സ് ചെയ്യടാ. അത് ഇത് ഈ മെനു ഓഫ് ചെയ്തിട്ട് TX കൊണ്ടുവരാം. ഇതല്ല ഇവിടെ കാണാം. ഞാൻ നേരെ പോകുന്ന 2 ഒരുമിച്ച് ഫ്ലിപ്പ് കാണിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. ചെറിയൊരു ബഗ്ഗാ. ബാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുകൂടെ ഫിക്സ് ചെയ്യണോടാ ഈ സ്പെക്ക്. മറ്റേ TX ഗോറ്റ് അടിക്കാൻ പറ്റുന്ന രീതിക്കാക്കോടാ. പോണില്ല. വയ്യിലേ ഭയങ്കര ഡിലേടാ പോവാൻ. മാപ്പ് ഓപ്പൺ ആക്കാനും കൂടി പറ്റിയ സെറ്റ്. മാപ്പ് ഇത് ഞാൻ പറയുന്നത് അതല്ല. നമ്മുടെ ഗെയിം പ്ലേ ആണ് മെയിൻ ആയിട്ട്. ഇൻവെന്റർ ലാഗ് ഒന്നും ഇല്ല. ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ കഴിഞ്ഞ കളി ഇൻവെന്റർ ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കളി നോക്കാം. ഇത് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഇതുവരെ ഒരു സ്പൈക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ കളിക്കുന്ന സമയത്ത്. SBB നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 1 HP നോക്കായിട്ടുണ്ട്. SBB ഒരു പ്ലെയർ നോക്കാക്കി ഇടിച്ചു കൊല്ലുള്ള പരിപാടിയാന്ന് തോന്നുന്നു. SBB ഒരു പ്ലെയർ മാത്രം അവിടെ ആയിപ്പോയി. ബാക്കിയുള്ളവര് ഇതിന്റെ TX ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റോടാ നെയിമിന്റെ. അതായത് ഇത് ഇവിടെ അതല്ലടാ ഈ പേരില്ലേ, പേരിന്റെ ഡിസ്റ്റൻസ് കുറവാ. കണ്ട ഇത് കുറച്ച് കുറവാ. അതൊന്ന് കുറച്ച്
ഗെയിം പ്ലേയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ബട്ട് കിൽഫീഡ് 2 വരുന്നതല്ല ബ്രോ, ഒരെണ്ണം നോക്ക് ഒരെണ്ണം ഫിനിഷുവാ, മനസ്സിലായോ? യെല്ലോ കളർ നോക്കാവും, റെഡ് ഞാൻ ഫിനിഷ്. ഇപ്പൊ അടിച്ചതല്ല കേട്ടാ, കൊറേ നേരം മുന്നേ അടിച്ചത്. പ്ലെയറിന്റെ POV കണ്ടോട്ടെ. മറ്റേ സാധനം എവിടെയാണ് കിൽഫീൽഡ് എവിടെയുണ്ട് ആണോ പറഞ്ഞിട്ട് പ്ലേയേഴ്സിന് കാണാലോ ഇപ്പൊ. പ്ലേയേഴ്സിന് പ്ലേയേഴ്സിന് ഇപ്പൊ കിൽഫീഡ് കാണാലോ. അത് അറിയോ? ആരെങ്കിലും ലൈവ് ആണോ? ഞാൻ നോക്കാം. പ്ലേയറിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അത് ആ ഡിസ്റ്റൻസിലുള്ളവർക്കെ കാണാൻ പറ്റുമോ, അത് മൊത്തം എടുക്കുന്ന കാണാൻ പറ്റുമോ? എങ്ങനെയാണ്? ഒരു മിനിറ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം. കില്ലെടുത്താരാണ് അത് എവിടെയുണ്ട്? ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ടെസ്റ്റ് ചെയ്യണം. നീലൻ ലൈവ് ഉണ്ടോ? ഉണ്ടോ നോക്ക്. ഞാൻ നോക്കിട്ട് വരാം. മള്ളി ടീമിന്റെ അടുത്ത് ആരുമില്ലല്ലേ? ടീമിന്റെ അടുത്ത ആളുണ്ട്. ടഫ് അല്ലേ ഇവിടെ ഒരുത്ത ആരെയോ ഡൗൺ ആക്കിയിട്ടുണ്ട് ഇവര്. റഫീത്തെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാം. ഓക്കെ സെറ്റ് ഡൗൺ. ഞാൻ പറട്ടെ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇഷ്യൂ. ഇനി നിങ്ങക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് വന്ന സെറ്റ് മതിടാ. സ്പെക്കിന്റെ കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ നമുക്ക് ഞാൻ പറട്ടെ, ഇത് ശരിക്കും ഈഗിൾ ബ്രോ പറഞ്ഞത് വണ്ടി വേണ്ടെന്നാണ്. വേണ്ടതാണ്. ഇങ്ങനെ അല്ല വണ്ടി വന്നില്ല. വണ്ടി ആഡ് ചെയ്യാം, കുഴപ്പമില്ല. നാളെ നമുക്ക് ആഡ് ചെയ്യാം. അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അഡ്വാൻറ്റേജിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആരാടാ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കുന്നില്ല? എന്റെ സൗണ്ട് ഇല്ലേ? ഹലോ. ഉണ്ട്. എന്റെയാണ് കുറവാണ്, എന്റെ ശബ്ദമാണ് നല്ല കൂടുതൽ. വണ്ടി ഇല്ലാട്ടാ. ഓക്കെ, നാളത്തെ ലൈവ് കുറച്ചും കൂടി മാറ്റം വരും വണ്ടിയൊക്കെ വരുമ്പോ. പിന്നെ എന്റെ അടുത്ത് ഇവര് എനിക്ക് നാളെ ഇൻ ഗെയിമിനകത്ത് സ്പെക്ക് ചെയ്യണം. അതിനെന്താ ചെയ്യണ്ടേ? ഇൻ ഗെയിമിന്റെ അകത്ത് ഇവ എന്തോ നോഡ് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് രണ്ടുപേരും POV സ്പെക്ക് ഈ ഡിസ്കോഡ് പരിപാടി നടക്കൂലടാ, ക്വാളിറ്റി കിട്ടത്തില്ല. വേറൊരു പരിപാടി ഉണ്ട്. നോഡ് എന്റെ മറ്റേ POV കൂടെ ഈഗിൾ കാണുന്ന രീതിക്ക് അങ്ങനെ സെറ്റ് ആക്കിയാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞായിരുന്നു. TV ബോബോയ് ഓർഡർ പിക്ക്, ബോബോയ് ഓർഡർ ഫിനിഷ്. പോകുന്നില്ലടാ. ബോബോയ് വേഴ്സസ് ഒരു നോക്ക് എടുത്തോട്ടോ. അല്ല ഫിനിഷ് ചെയ്തു. ഇല്ല ഇവിടെ ഇത് നോക്കാണ്, അത് നോക്കാണ്. ബോബോയ് ഒരു ഇത് ഫിനിഷ് ചെയ്തു. മണിയൻ, നമ്മുടെ മണിയൻ ഒരു കില്ലെടുത്തേക്കാണ്. മണിയനെ കഴിഞ്ഞ കളിയിൽ കളിയാക്കിയതിന്റെ റിവെഞ്ചിൽ ഒരു കില്ലെടുത്തിട്ടുണ്ട്. അത് മറ്റേ താഴെ വീഴുമ്പോ നോക്ലിപ്പ് അടിച്ചതാ. അതെങ്ങനെയായിരിക്കും റിവൈവ് ചെയ്യാനും പറ്റൂല. ഇത് എത്ര മിനിറ്റ് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ചാവുന്ന സെറ്റപ്പ് ഇല്ല. ഗണ്ണില്ല. അങ്ങനെ ചാവുന്ന പരിപാടി ഉണ്ടോ? അതല്ലേ ഞാൻ ചോദിച്ചതാ. ഫൈറ്റ് എടുക്കുന്നുണ്ട് ടഫിന്റെ ഭാഗത്തേക്ക് ഫയറിംഗ്. ഇവിടെ 3 സ്കിറ്റ് കിട്ടി. സുലൈമാൻ പുഷ് ചെയ്യുന്നു. അവിടെ SBBക്ക് അറിയാം ആള് കുറവാണെന്ന് അറിയാൻ തോന്നുന്നു. അവര് പുഷ് ചെയ്തു. രക്ഷയില്ല. നോക്കാക്കി. ലിയോ അവിടെ നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോളോ ജോർഡാണ് ടഫില് ബാക്കിയുള്ളത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവർ ആ വഴിക്ക് പോവാണ്. കണ്ടില്ല, ജസ്റ്റ് മിസ്. ഫിനിഷ് ചെയ്താ. പ്ലേയേഴ്സിന്റെ കിൽഫീഡ് കാണിക്കുന്നുണ്ടേ. ചെക്ക് ചെയ്തായിരുന്നു. അവര് നേരത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞു. സെറ്റായി.
ആൻഡ് വള്ളി ടീംസ് ഇവിടെ ഇപ്പുണ്ടോ? കണ്ണാപ്പി FPP അത് ബഗ്ഗാണോ അത് FPP ആയിട്ട് കളിക്കണോ അവൻ? ഇല്ല ഞാൻ സ്പെക്ക് ചെയ്യുമ്പോ FPP കാണിക്കും എനിക്ക്. അതാ ആണല്ലേ? ഹെൽമെറ്റിന്റെ കളർ അത് ഇൻഡിവിജ്വലി മാറ്റേണ്ടതാണ്. ടഫ് ജോയ് ബോയും ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. RZ7 ഇവിടെ തൊട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. OGയും RZ7 തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റും, ഒന്ന് നോക്കി നോക്കാം. RZ7 ഇവിടെ SBB ഇമ്മോർട്ടൽ അവിടെ ടഫ് ജോയ് ബോയ് ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. നോക്കായിരുന്നു തൊട്ട് മുമ്പ്. ഓ RZ7ന്റെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ടോ? അല്ലല്ല, അത് വിസ്ഡം തന്നെയാണല്ലേ? അത് വിസ്ഡം തന്നെ. RZ7 ബാക്കിലോട്ട് പോകാൻ, ഒരു സോണിലോട്ട് പോകാൻ ഉള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ടഫ് ആരോ അടിയായിട്ടോ. ടഫ് ഇവിടെ ടഫ് SBB നേരത്തെ ഫൈറ്റ്. നേരത്തെ ഫൈറ്റ് തന്നെ ഫിനിഷ് ചെയ്തതാ. സോ OG ഒരു ഹിൽ ടോപ്പ് ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. പ്ലേയേഴ്സിന്റെ VTയുടെ ഫുൾ ഫോം എന്താണ്? വള്ളി ടീംസ്. മാസും സോ മാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാസിന്റെ തൊട്ടടുത്ത് SBB ഉണ്ട്. മാസിന്റെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. എടാ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് കേട്ടോ. ആണാണ്. ഇത് ടഫീത്തെ പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട്. SMB പാജുലിയോ, ഇത് രണ്ടുപേരും ടഫ് പ്ലെയർ. ഇത് നമ്മളിപ്പോ നിക്കുന്ന സൗണ്ട് അകത്താണല്ലേ? ഓ, ഇത് സ്പെക്ടേറ്റ് ചെയ്യണവരുടെ പേര് ഇതിൽ വരില്ലടാ? ടീംമേറ്റിനെ സ്പെക്ടേറ്റ് ചെയ്യുന്ന ടീംമേറ്റിന്റെ സ്പെക്ടേറ്റ് ചെയ്യുന്നവരുടെ പേര് ഇതേമേലെ കാണിക്കുന്നുണ്ടോ? ഇവിടെ കണ്ട അവര് ഡൗൺ ആയവര് സ്പെക്ട് ചെയ്യാലോ ടീംമേറ്റിനെ. വണ്ടിയില്ലാത്തോണ്ട് ഹോൾഡായി കളിക്കുന്നു. വണ്ടിയോട് വന്ന ഫൈറ്റെല്ലാം കുറച്ചുകൂടെ വിടും. അതെ അതെ അതെ, അത് സെറ്റ് ആക്കാം. സീനില്ല ഗൈസ്, ഓൾ ഗുഡ്. രണ്ട് ടൈപ്പ് വണ്ടിയാണ്, 4 സീറ്റർ 2 സീറ്റർ. എവിടെ ഇരുന്നുണ്ടായിരുന്നേ? TV അവിടെ ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡൗൺ ഒന്നും എടുക്കുന്നില്ല, ഫയർ ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ ഫയറിംഗ് ഉണ്ടല്ലടാ, വെഹിക്കിളിന്റെ അകത്തിരുന്ന് ഫയർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കുത്തി അടിക്കത്തില്ല. അതേപോലെ തന്നെ മാച്ച് നടക്കുമ്പോൾ തന്നെ സൈഡിൽ ടേൺ ടേബിൾ കാണിക്കാൻ പറ്റും, ലൈക്ക് BMBS. അത് പാടാണ് ബ്രോ അത്. ഇവിടെ ഫൈറ്റ്. ഓ, അവിടെ TVA വേഴ്സസ് ATU നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. TVA റഷ് ചെയ്ത് വരുന്നുണ്ട്, ഫൈറ്റ് എടുക്കാൻ വേണ്ടി വരുവാണെന്ന് തോന്നുന്നു ATUവിനെ എതിർത്തോട്ട്. സോ ATU അവിടെ റിഡ്ജ് ഹോൾഡ് ചെയ്ത് 1 വേ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സ്റ്റീവിന് സ്നൈപ്പിന് അവിടെ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ 1 വേ എടുത്തിരിക്കുകയാണ്, ആംഗിളിലോട്ട് ഓടിച്ച് നിൽക്കുന്നത്. കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജിൽ അവർ നിൽക്കുന്നത്. ഓടിച്ചില്ലെന്നത് മണ്ടത്തിലാണ്. മുച്ചിറി അവിടെ മുച്ചിറി ഒരു നോക്കിട്ടിരിക്കുന്നു ATUവിന്റെ ഒരു പ്ലെയറിനെ. എന്റെ അമ്മ, മുച്ചിറി മുച്ചിറി അത് ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. മുച്ചിറി അവിടെ നല്ലൊരു പിക്ക് എടുത്തു കൊടുത്തിരിക്കുന്നു TVക്ക് വേണ്ടിയിട്ട്. മുച്ചിറി നല്ലൊരു പിക്ക്. ആൻഡ് TVA വേഴ്സസ് ATU ആണല്ലേ അത്? അതിരടി യൂണിറ്റ്. സോ അതിരടി യൂണിറ്റ് വേഴ്സസ് ജർമ്മൻ കണ്ണാപ്പി. അവിടെ ഗോഡിനെ നോക്കിയിരുന്നു. മാസിലെ ഗോഡിനെ അവിടെ ഒരു ഇൻസ്റ്റന്റ് റിവൈവലാണ്. നല്ലൊരു നോക്ക് ബൈ കണ്ണാപ്പി. ഒരു നല്ലൊരു പൊസിഷൻ. ഇത്രയും മേളിൽ നിന്നാണ് അടിച്ചിട്ടവൻ. അവിടെ ഒരു ഇൻസ്റ്റന്റ് സ്മോക്ക് വന്നു. ഇൻസ്റ്റന്റ് സ്മോക്ക് ഓഫ് ചെയ്തിട്ട് മാസ് ബാക്ക് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ അടിക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ലാട്ടാ. ഇതിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് പോയി, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക്. സോ മാസ് വേഴ്സസ് TVA ആൻഡ് അവിടെ ATU വേഴ്സസ് TVA നടക്കുന്നു. നല്ലൊരു പൊസിഷനാണ് അത്.
ഓ ഇവര് മറ്റേ ഇവിടെ പിടിച്ചേട്ടാ, പിരമിഡ് പിടിച്ച് നല്ലൊരു പൊസിഷനാണ്. പിരമിഡ് കഴിഞ്ഞ നമ്മുടെ സോൺ എൻഡ് ആയത് ഇവിടെയാണ്. കെ വി ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം പിരമിഡ് ആയിരുന്നു. പിരമിഡ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലം കൂടാണ്. ആൻഡ് ഇവിടെ ATU റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ അവരുടെ ലെഫ്റ്റ് സൈഡ് റൊട്ടേഷൻ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വേറെ ടീം ഐഡിയ വേറെ എങ്ങും തന്നെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. ആൻഡ് ഇവിടെ നല്ല ഫയറിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. SBB വേഴ്സസ് അവിടെ വള്ളി ടീം. ആൻഡ് വള്ളി ടീമിലെ കണ്ണാപ്പി അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മാസിൽ ഒരാൾ അടിച്ച് നോക്കാക്കി, പക്ഷെ വേറൊരു ടീം കില്ല് കൊണ്ടുപോയിരിക്കുന്നു. SBB വേഴ്സസ് മാസ് വേഴ്സസ് TVA വള്ളി ടീംസ്. TVA വള്ളി ടീം രണ്ട് ടീമിന്റെ ഇടയ്ക്കൂടാണ്. SBB അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. SBB ഒരു അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് ഒരു കിൽസ് എടുക്കാനുള്ള ശ്രമം. അവിടേക്ക് KVA ഡ്രേക്കിനവിടെ ലോലനെ നോക്കാക്കിയിട്ടുണ്ട്. ലോലൻ അവിടെ നോക്കായി. TVAക്ക് എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ്. ലോലൻ അവിടെ ഫിനിഷ് ഓഫ് ആവുന്നു. ആൻഡ് മാസ് അവിടെ മാമൻ നോക്കാവുന്നു. മാമൻ അവിടെ ഫിനിഷ് ആവുന്നു. മാസ് യൂസ് ബോബോയ് അവിടെ ഒരു നോക്കെടുക്കുന്നു. ഇപ്പോഴത്തെ നേരത്തെ തോന്നതാ. SBB ഇമ്മോർട്ടൽ മാസ് സോനുമോൻ അവിടെ അടുത്ത കില്ലു അടുത്തൊരു ഫിനിഷ് എടുക്കുന്നു. അവിടെ കൂട്ടയടിയായിരിക്കുന്നു. കൂട്ടയടി KVA വേഴ്സസ് TVA വേഴ്സസ് SBB. പിന്നെ മാസം അവിടെ രക്ഷപ്പെടുത്താൻ വരുന്നു. വാറ്റ് ഗോകുനെ ഫിനിഷ് ചെയ്യുന്നു. വാറ്റ് ഗോകുനെ ഫിനിഷ് ഓഫ് ആക്കി വിട്ടിരിക്കുന്നു. KVAക്ക് നല്ലൊരു പുഷ് വന്നു. KVAക്ക് അൾട്രോ അവിടെ നോക്കായി. KVAക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. SBB വേഴ്സസ് KVA. ഹോക്കിയും സമയത്ത് മാസിന്റെ ഒരു തേർഡ് പാർട്ടി ഹോക്കി അവിടെ നിന്ന് ഒരു 3 പേരെ അടിച്ചു ചെയ്തു. പക്ഷെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. മാസിന്റെ കറക്റ്റ് ടൈമിലുള്ള ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ്. മണ്ടേല് അമ്പത്തൂരും ജൂഡും കില്ലുവയും മണ്ടേ തന്നെ ഉണ്ട്. മാസില് മാൻ അഡ്വാൻറ്റേജ് മാസിനാണ് കൂടുതലുള്ളത്. മാസ് മേലോട്ട് കയറി പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. മാസ് കയറി വരാനുള്ള ഏണിയുണ്ട് അവിടെ. മാസ് ഒരുമിച്ച് അവർ പ്ലെയർ അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. സോ മാസിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. 3 പ്ലേയേഴ്സ് മാത്രം TVAക്ക് വേണ്ടി ബാക്കിയുള്ള കയറി വന്നിരിക്കുന്നു. മേളില് കില്ലു അവിടെ നോക്കിട്ടിരിക്കുന്നു. അമ്പത്തൂർ നോക്കിട്ടിരിക്കുന്നു. അമ്പത്തൂർ അവിടെ ഒരു നോക്ക്. അവിടെ കില്ലു നോക്കായി. ചൂട് അമ്പത്തൂർ അടുത്തൊരു നോക്കിട്ടിരിക്കുന്നു. നല്ല 4 പേരെ നോക്കിട്ട് 3 പേരിൽ നിന്ന് മാസിലെ 4 പേരെ അവിടെ നോക്കിട്ടു. ബട്ട് നല്ലൊരു ട്രൈ ഫ്രം TVA വള്ളി ടീംസ്. മാസിന്റെ സൈഡിൽ നിന്ന് മാസ് അടുത്തൊരു 3 കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. മാസ് മൊത്തം ഇവിടെ ഇതെടുത്തു. മാസ് സത്യം പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അവര് ഒരു തേർഡ് പാർട്ടി തന്നെ വന്നത്. അല്ല മാസിന്റെ ഇടയ്ക്ക് വള്ളി ടീംസ് SBB എല്ലാരും ഉണ്ടായിരുന്നു. മാസ് കറക്റ്റ് സമയത്ത് എല്ലാരും തമ്മിലടിക്കണ വെയിറ്റ് ചെയ്തു. അവര് നന്നായിട്ട് കളിച്ചു. എന്നിട്ട് പുഷ് ചെയ്ത് കറക്റ്റാ പുഷ് ചെയ്ത്. KVA SBB മാസ് TVA 4 ടീം ഉണ്ടായിരുന്നു. ഇനി ഉള്ള ബാക്കിയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഇനി 63 പേരല്ലേ ഉണ്ടല്ലോ ഇനിയും. ഇനിയുണ്ട്. കാരണം നമ്മളൊരു 40 എനിക്ക് തോന്നുന്നു 40 പേരാണ്. ഇനിയുണ്ട് ഒരു 60 ടീം. ഗൈസ് ഇതേപോലെ ആയിരിക്കും നാളത്തെ മാച്ച്. ഇനി കുറച്ചുകൂടി മാറ്റം വരും എന്തായാലും. അത് ഇടയ്ക്ക് ഇതായിരുന്നു. OG RSL7 ഇപ്പോഴും സോൺ ടിപ്പ് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അടുത്ത സോൺ ഷിഫ്റ്റ് ആയതിനു ശേഷം റൊട്ടേഷൻ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ മാസും OGയും അതുപോലെ തന്നെ RSL7 നേരത്തെ വലിയ ഇഷ്യൂ ഇല്ലല്ലോ ഇപ്പൊ അല്ലേ? അല്ല ഓക്കേടാ.
ചാറ്റിലൊരു ഇത് കണ്ട റിവൈവ് ഒഴിവാക്കി കൂടെ ഇന്ന്. ഇല്ല നോക്കുകൾ ഇത് വേണം നമുക്ക്. ഇത് പ്ലെയർ അഡ്വാൻറ്റേജ് പോയില്ല, അവർക്ക് പ്ലെയറിന് പോയില്ല. അങ്ങനെ പറഞ്ഞിറങ്ങണ നോക്ക്. കത്തിപ്പോയിട്ട് കേറി കയറ്റി വിട്ടായിരിക്കും. ഓ ആർസെഡിന്റെ മാക്ക് ബിമാക്ക് അതെ കത്തിപ്പോയിട്ട് തിരിച്ചു വന്ന. ഓക്കെ അത് റിവൈവ് വേണം ഗൈസ്, അത് മനസ്സിലായി. ഇത് ടൈം എത്രയായി? 30 മിനിറ്റ് കൂടുതലായോ? മിനിറ്റ് ഇട്ടത് പക്ഷെ അറിയില്ല. ചോദിച്ചിട്ട് വരാം. നമുക്ക് ടൈമർ വെക്കണായിരുന്നു കേട്ടാ നമ്മള് തുടങ്ങുമ്പോ. ടൈമർ കൗണ്ട് ഡൗൺ വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് കറക്റ്റ് കൗണ്ട് ഡൗൺ 30 മിനിറ്റ്സിൽ തീർക്കണം. ഇത് ഞാൻ പറയട്ടെ, ഈ ഓരോ സോൺ വരുമ്പോ ഒരു കൗണ്ട് ഡൗണും കൂടി വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ സ്നൈപ്പർ ഫയറിങ് ചെയ്യുന്നുണ്ട്. ഗൈസ് ലൈവിലെ ടൈം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് പറയൂ കറക്റ്റ് ഇപ്പൊ എത്ര, ഒരു ആവറേജ് ടൈം എത്രയെന്ന്. 2:11 സ്റ്റാർട്ട് ആയെന്നാണ് പിള്ളേര് പറയുന്നത്. അത് കറക്റ്റ് ആണോ നോക്കി ഒന്നും കൂടി. ഹലോ, അതെ സോൺ അഡ്മിൻ പിഒ ഇല്ലാത്ത അത് ആഡ് ചെയ്യാൻ പറഞ്ഞത്, ആഡ് ചെയ്തോണ്ട്. എടാ അതുപോലെ ടൈമർ ആഡ് ചെയ്യൂടാ എല്ലാവർക്കും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. അത് പ്ലേയേഴ്സിനുണ്ട്. ആണോ? അഡ്മിൻ സ്പെക്കറാണ് ഇല്ലാത്ത, അവർക്ക് അവിടെ സമയം കാട്ടും സോണിന്റെ. വരുന്നുണ്ട് എന്റെ POV ഒക്കെ ഫോണ് കമ്മിങ് ക്ലോസിംഗിന്റെ ടൈം കണ്ട. ശരി അതാ ഇവിടെ കാണിക്കുന്നുണ്ട് അതില്. 28 സെക്കൻഡ്. അതാ ഞാൻ അഡ്മിൻ സ്പെക്കൻഡിൽ അത് ചെയ്തോണ്ട് മെയിൻ ഇഷ്യൂ ഫിക്സ് ആയിട്ടുണ്ട്. 16 മിനിറ്റ് ആയതേ ഉള്ളല്ലേ? ഓക്കെ അപ്പൊ സീനില്ല. 16 സോൺ ചെറുതായി ഏകദേശം. എടാ നാളെ നമുക്കൊരു കാര്യം ചെയ്യാടാ. നാളെ ഒരേ ടീമിന്റെ തന്നെ 3 മാച്ച് കണ്ടിന്യൂസ് നടത്താതെ ഗ്രൂപ്പ് എയുടെ ഒരു മാച്ച് ഗ്രൂപ്പ് ബിയുടെ ഒരു മാച്ച് അങ്ങനെ നടത്താം. അതാവുമ്പോ പ്ലേയേഴ്സിന് ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. മനസ്സിലായി? ഗ്രൂപ്പ് എയുടെ ഒരു കളി ഗ്രൂപ്പ് ബിയുടെ ഒരു കളി, ഗ്രൂപ്പ് എയുടെ ഒരു കളി ഗ്രൂപ്പ് ബിയുടെ ഒരു കളി, എന്നിട്ട് ഗ്രൂപ്പ് എയുടെ ഒരു കളി ഗ്രൂപ്പ് ബിയുടെ കളി, അങ്ങനെ നടത്താം. റീസെറ്റ് ആവാൻ ടൈം കിട്ടും. അപ്പൊ 2 ടീമുകള് വന്നിരിക്കുക, ഇവിടെ 2 ടീം കളിക്കുക, ഒരു ടീം കഴിഞ്ഞിട്ട് അടുത്ത ടീം കയറാം. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു ബ്രേക്കും കിട്ടും അവർക്ക്. ബ്രേക്കും കിട്ടും. അതെ അതാണ് ബെറ്റർ. എനിക്കൊന്ന് വണ്ടിയും കൂടി കുറച്ചുകൂടി വണ്ടി വന്നു കഴിഞ്ഞാൽ അവര് നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് കേറി കളിക്കാൻ നോക്കൂടാ സോണൊക്കെ. അത് നല്ല ഡിലേ വരും. ഗൈസ് ഞങ്ങൾ ഡിലേ ഒന്നും നോക്കില്ല, ഞങ്ങൾ 5 മിനിറ്റ് കൊടുക്കും ടീമിന്. അത് കയറാൻ വലിയ പാടൊന്നുമില്ല. 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റിൽ ആരൊക്കെ കയറുന്നോ ഒരു മാച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 കൂടി പോയ ഒരു 8 മിനിറ്റ് കൊടുക്കും. അതിനകത്ത് കയറിക്കോണം. കാരണം അടുത്ത മാച്ചിനുള്ളത് VC വന്ന് റെഡിയായി നിൽക്കണം. നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഇവരുടെ ഇത് നടത്താൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിളിച്ചതാ ഇവിടെ ഫയറിംഗ് ആയി. ഇവിടെ ഇസഡം വേഴ്സസ് RZ7 ഫൈറ്റ് നടക്കാനുള്ള ചാൻസ്. ഫൈറ്റ് നടന്നു ഓൾറെഡി. ഫൈറ്റ് ഇൻഷേറ്റ് വിസ്ഡം അവിടെ കയറി വരുന്നുണ്ട്. വിസ്ഡം കയറി വന്നൊരു പിക്ക് എടുക്കാനുള്ള ഇസഡം അവിടെ RZ7 ഡിഫോൾട്ട് അവിടെ ഇസഡം ഫ്രാങ്കിയെ നോക്കാക്കിയിട്ടുണ്ട്. RZ7 അവിടെ DLX പ്രണവ് സേട്ടൻ ഒരു നോക്ക്. RZ വിസ്ഡം അടുത്തൊരു നോക്ക്. 3 പ്ലേയേഴ്സ് നോക്കാക്കിയിട്ടുണ്ട്. RZ7 സൈഡിൽ നിന്ന് 3 പ്ലേയേഴ്സിനെ അവർ നോക്കാക്കിയിട്ടുണ്ട്. RZ7 നൂബ് അടുത്തൊരു നോക്ക്. അറബി ഷെയ്ഖ് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. RZ7 ഫ്ലോലെസ് ആയിട്ടൊരു സ്ക്വാഡിനെ അടിച്ച് 10 കിൽ പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പുഷ് ഫ്രം RZ7. അറബി സൈ മാലിക് അവിടെ നോക്കായിരുന്നു. ഒരാൾ ഫിനിഷ് ആയില്ലല്ലോ? ഇല്ല ഇവിടെ ഉള്ളത് മാസാണ്. ഇങ്ങോട്ട് മാസ് അടുത്തൊരു കില്ല് കൂടി സെക്യൂർ ചെയ്യുന്നു. കറന്റ് നോക്കി എനിക്ക് തോന്നുന്നു ലോബിൽ മാസ്. ജുഗ്രു അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ജുഗ്രു അവിടെ SMBയിൽ ഒരു പിക്ക് എടുക്കുന്നു. ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു ജുഗ്രു. മാസ് പുഷ് ചെയ്ത് വരുന്നു. TVA വേഴ്സസ് മാസ്. ടഫ് അപ്പോളോ TVA വേഴ്സസ് മാസ് എടുക്കുന്നു. ജുഗ്രു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. ഇവിടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? മേലെന്ന് അടിക്കുന്നു. ഏറ്റവും മുകളിൽ അടിക്കുന്നു. ബാക്കിയുള്ളവർ ഇവിടെ TVക്ക് സപ്പോർട്ടിന് വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ TVA വേഴ്സസ് മാസ്. ജുഗ്രു അവിടെ അടുത്തൊരു നോക്കിട്ടിരിക്കുന്നു. ജുഗ്രു ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. ജുഗ്രു ഫിനിഷ് ചെയ്തു. നല്ലൊരു മോളിട്ടോ. TVA വേഴ്സസ് മാസ്. നല്ല സോനുമോന് നല്ല അത്യാവശ്യം ടാഗ് കിട്ടിയിട്ടുണ്ട്. TVA വേഴ്സസ് മാസ് അവിടെ ഇറ്റാച്ചി അവിടെ മോളിലുണ്ട്.
ഇറ്റാച്ചി മേളിന്ന് വീണു. ഇല്ല മിറ്റാച്ചി ഡൗൺ ആക്കി നോക്ക് ഫിനിഷ് ഇറ്റാച്ചി ഒരു നോക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒരു നോക്ക് വിട്ട് അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷും ചെയ്തു ഇറ്റാച്ചി. ഇറ്റാച്ചി കിട്ടിക്കാനെ ഉറപ്പിക്കാതെ മാസ് റൈറ്റ് ആംഗിൾ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മാസ് ഇവിടെ റൈറ്റ് ആംഗിൾ കളിക്കാൻ വരുന്നു. മുച്ചുരി ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. മുച്ചുരി അടുത്തത് ഓ മുച്ചുരി അടുത്ത് നോക്ക് ഇട്ടിരിക്കുന്നു. മുച്ചുരി ഒരു മാസ് നോയിൽ ഫിനിഷും ആക്കിയിരിക്കുന്നു. മുച്ചുരി 2 കിടിലൻ നോക്ക് അവിടെ. ഫാസ്റ്റ് അവിടെ ടി വി സ്നൈപ്പ് അവിടെ ഫാസ്റ്റ് അവിടെ ഒരു കില്ല് സെക്യൂറും ചെയ്യുന്നുണ്ട്. മാസിൽ 3 പേരുടെ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. മാസ് പോയിലോട്ട് വലിയുള്ള AK നല്ല ടാഗ് കിട്ടുന്നുണ്ട്. സ്നൈപ്പിന്റെ സൈഡിൽ സ്നൈപ്പ് മുച്ചിരി അവിടെ അടുത്തൊരു കില്ല് ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. മാസ് AK 1 HP എന്ന് പറയണം. TV vs മാസ് തള്ളുന്നുണ്ട്. TV അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. 2 പേരും അവിടെ തന്നെ ഉണ്ട്. TV അഗ്രസീവ് ആയിട്ട് തന്നെ പുഷ് ചെയ്ത് പോകുന്നു. TV vs മാസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡില് മാസിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവർ കോർണറിൽ തന്നെ ഇരിക്കുകയാണ്. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. നല്ല ടാഗ് ഒരാളെ കൂടെ നോക്കി നിൽക്കുന്നു. മാസ് അൺബാൻ മാത്രം ബാക്കി. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. അൺബാൻ നല്ല ടാഗിനോട് സാവേജ് അൺബാനെ നോക്കാക്കിയിരിക്കുന്നത്. ഒരാളോട് ബാക്കിയുണ്ടോ? മാസ് റെക്സ് ഉണ്ട് ബാക്കി. ഓ ബുള്ളോപ്പിയും റെക്സും കൂടെ ബാക്കിയുണ്ട്. മാസ് നന്നായിട്ട് ഷഫിൾ ആയി പോയി. ഇറ്റാച്ചി ഫാസ്റ്റ് ആരാണ്? വില്ലു ആണല്ലേ വില്ലു. ഓ ഓർക്കി അവിടെ പോയി ബുള്ളോപ്പിയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. മാസിലെ റെക്സ് മാത്രം ബാക്കി. ഇല്ല ഒരാളുണ്ട് നോക്കാണല്ലോ. റെക്സ് ഉണ്ട്. റെക്സ് മേലെ കാണിക്കുന്ന റെക്സ് സ്പെക്ക. ഇതിപ്പോ ഇവര് സോണിന്റെ വെളിയിലാണോ അകത്താണോ? വെളിയിലാണല്ലേ. ഓക്കെ അവര് എടാ ഈ വെളിയില നീല സോണാണ്. ചുവപ്പ് വരുന്നതാണ് സോൺ എഡ്ജ്. ATU vs RZ7 നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അവരെ ഫൈറ്റ് ഓൾറെഡി കമ്മിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. RZ7 വിസ്ഡത്തിനെ കയറി അടിക്കാനുള്ള ശ്രമം. ഓ എല്ലാവരോടും ഒരുമിച്ച് ചാടി കയറി മേളിലോട്ട് പോകാനെന്നും തോന്നുന്നു. ഓ RZ7 vs ATU അതിരടി യൂണിറ്റ് vs RZ7. ATU അവിടെ RZ7 ഡിഫോൾട്ടിനെ നോക്കാക്കിയിട്ടുണ്ട്. ഡിഫോൾട്ടിനെ റിവൈവ് ചെയ്തു. പ്രണവ് സേട്ടൻ അവിടെ ഒരു നോക്കാക്കി ഫിനിഷ് ആക്കുന്നു. ഓ മോളി നല്ലൊരു അയ്യോ പക്ഷെ മേളിലാ പോയത്. വിസ്ഡം അഗൈൻ അവിടെ നോക്കായിട്ടുണ്ട്. വീണ്ടും അവിടെ സൈമാലിക് നല്ല രീതിയിൽ അവര് നല്ലൊരു മോളി കിടിലനൊരു മോളി. അടുത്തൊരു മോളി മേളിൽ വീണിട്ടുണ്ട്. തിരിച്ചു പൊക്കുന്നുണ്ട് അവര്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രേഡുകൾ നല്ലൊരു മൊളറ്റോ. എല്ലാവരുടെയും ദേഹത്തോട് മൊളറ്റോവിന്റെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മൊളറ്റോ ആണ് കിട്ടിയത്. മാക്ക് എടുത്ത് താഴെ ചാടി. ചാടി. എല്ലാരും താഴെ ചാടി. അയ്യോ അവിടെ TV അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു കില്ല് മാക്കിനൊക്കെ എടുത്ത്. മുച്ചിരി വീണ്ടും ഒരു ഓജി എത്തി. അവിടെ എത്തി. മുച്ചിരി വീണ്ടും ഒരു വിക്ക് എടുത്താ. മുച്ചിരി ഓ ഇവിടെ RZ7 2 സൈഡിൽ നിന്നും ആൾക്കാർ വന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നല്ല തേർഡ് പാർട്ടി കിട്ടി RZ7. മുച്ചിരി അടുത്ത വിക്ക് RZ7 അടുത്തൊരു പ്ലെയറിനെ എടുത്തിട്ടുണ്ട്. മുച്ചിരി അവിടെ ആശ അറബി സൈമാലിക്കിനെ എടുത്തിട്ടുണ്ട്. ഇറ്റാച്ചി അവിടെ DLX എടുത്തിട്ടുണ്ട്. ഓജി അവിടെ RZ7 അറബി ചാർലി എടുത്തിട്ടുണ്ട്. ആൻഡ് RZ7 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഇനി 2 പേരുണ്ട് കേട്ടോ. RZ7 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയുള്ളൂ. RZ7 വിസ്ഡം അവിടെ ഓജി നോക്കുന്നത്. ജുഗ്രു അവിടെ ടഫിൽ ഒരാളെ നോക്കുന്നത്. ജുഗ്രു ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ കില്ലോടെ ജുഗ്രു സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഓജി ജുഗ്രുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ജുഗ്രുവിന് ടാഗ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജുഗ്രുവിന് നല്ല ടാഗ് കൊടുക്കുന്നു. അവിടെ വിസ്ഡം അവിടെ ATUവിലെ ഒരു നല്ല ടാഗ് കൊടുക്കുന്നു. ഓജി TVയെ പുഷ് ചെയ്ത് വരുവാണെന്ന് തോന്നുന്നത്. രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ RZ7 2 പേരെ വെച്ചിട്ടാണ് അവർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. 2
കില്ലും കൂടെ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇവിടെ ഒരു സാറ്റ് കളി, കുത്താന വരുമ്പോ കയ്യെ കുത്ത് കരിങ്കുത്ത് ചത്തുപോയി. ഓജി അവിടെ ടഫ് ദില്ലി അണ്ണനെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ഓജി വേഴ്സസ് ടിവി വേഴ്സസ് RZ7 ആണെന്ന് തോന്നുന്നു. ആൻഡ് ടി വി നല്ലൊരു ഹയർ ആംഗിൾ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു HP അവൻ ഒന്ന് ഊതിയ വീഴും. സ്റ്റീവ് നിൽക്കുന്ന ആംഗിൾ കൊള്ളാം. അടുത്ത സോണം വന്ന് എനിക്കറിയാം അതിന്റെ മണ്ടേ കയറാൻ പറ്റും. RZ7 വിസ്ഡം താഴെ വീണിട്ടുണ്ട്. ജയജ അവിടെ ഒരു പിക്ക് എടുത്തു. വിസ്ഡം ഒരു പിക്ക് എടുത്തു. രണ്ടുപേരെ നോക്കാക്കിയിട്ടുണ്ട്. വിസ്ഡം ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ജെ അടുത്തൊരു ഫിനിഷ് ഇട്ടിരിക്കുന്നു. ജെ ആൻഡ് വിസ്ഡം രണ്ടുപേരെ വെച്ച് നന്നായിട്ട് കളിക്കുന്നു. RZ7 17 പേര് മാത്രമല്ലേ. ഓജിയുടെ അടുത്തോട്ടാണ് കയറി ചെല്ലുന്നത്. ജെയും വിസ്ഡവും 2 vs 2 ആണ് അവിടെ നടക്കാൻ പോകുന്നത്. 2 vs 2 അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. 2 vs 2 ആർമർ പോയി. ഒരു 2v2 ബാക്ക് ഓഫ് ചെയ്തു. അവർ രണ്ടുപേരും റീഫ്രഷ് അടിച്ച് ഹീൽ അടിക്കാൻ വേണ്ടിട്ട് ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. മേലെ നടിക്കുന്നുണ്ട് ആഷ് അത്യാവശ്യം ടാഗ് കൊടുത്തിട്ടുണ്ട്. മോളി മോളി ഇട്ടു. നല്ലൊരു മോളി ആയിരുന്നു കറക്റ്റ് സമയത്ത്. ആ മോളി വിസ്ഡം അടുത്തൊരു നോക്ക്. RZ7 വിസ്ഡം വിസ്ഡത്തിന് തിരിച്ചൊരു കൗണ്ടർ നോക്കിട്ടിരിക്കുന്നു. സോൺ ഔട്ടായി രണ്ടുപേരും. അവര് സോൺ ഡാമേജ് കൂടെ അടിച്ചു. സോൺ ഡാമേജും കൂടെ എടുത്തു. സോ ഫൈനൽ സർക്കിൾ ഈസ് TVA വേഴ്സസ് OG. എനിക്ക് തോന്നുന്നു ടിവിയിലെ 10 പ്ലേയേഴ്സും എലൈവാണ്. OGയിൽ 5 പേരാണ് എലൈവായിട്ടുള്ളത്. ലൈഫ് പോണത് ശ്രദ്ധിച്ചോട്ടെ. ഇറ്റാച്ചി ഒരു നോക്കിട്ടിരിക്കുന്നു. നല്ലൊരു പൊസിഷൻ എടുത്ത് അവിടെ ആഷ് അവിടെ നോക്കിട്ടിരിക്കുന്നു. സ്നൈപ്പ് അവിടെ നോക്കിട്ടിരിക്കുന്നു. ഇറ്റാച്ചി അത് ഫിനിഷ് ഓഫ് ചെയ്ത് സ്നൈപ്പിന്റെ കില്ലും ഫിനിഷ് ഓഫ് ആയി. ആൻഡ് ആഷിന്റെ കില്ലും അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. 12 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി ഓജിയില്. ആൻഡ് ദ വിന്നർ ഈസ് TVA. തലയെവെട്ടും അധോലോകം ലൈനപ്പാണ് അടിച്ചിരിക്കുന്നത്. നല്ല കളിയായിരുന്നു. RZ7 ഒക്കെ ആണെങ്കിലും 2 പേരെ വെച്ച് അവര് വരാൻ പറ്റുന്നത് വരെ കളിച്ചു. നല്ല കളി. വിസ്ഡം പ്രത്യേകിച്ച് വിസ്ഡം നന്നായിട്ട് കളിച്ചു. മുച്ചുറി നന്നായിട്ട് കളിച്ചു. കിടിലം കളി. നോക്കുവാണ് TVA വിത്ത് 26 കിൽസ്, 26 കിൽ പോയിന്റ്സും അതുപോലെ തന്നെ പൊസിഷൻ പോയിന്റുമായിട്ട് 10 പൊസിഷൻ പോയിന്റുമായിട്ട് 36 പോയിന്റോടെ TVA. തൊട്ട് താഴെ നോക്കിയാണെങ്കിൽ RZ7 വിത്ത് 15 കില്ല്, അതുപോലെ തന്നെ 5 പോയിന്റ് ആയിട്ട്. ഇതെന്താ 1 3 2 എന്താ കിടക്കുന്നത്? അതായത് ഇത് പൊസിഷൻസ് അവരുടെ പക്ഷെ പോയിന്റ് വൈസ് അവര് സോ അപ്പൊ ഓജിയാണ് 3-ാം സ്ഥാനത്ത് 12 പോയിന്റ്, മാസ് 8 പോയിന്റ്, KV 7 പോയിന്റ്, വള്ളി ടീംസ് 6 പോയിന്റ്, ടഫ് 4 പോയിന്റ്, ATU 3 പോയിന്റ്, ഇസഡം 1 പോയിന്റ്, SBB 0 പോയിന്റ്സ്. ഇത് വലിയ ബഗ് ഇല്ല നമ്മൾ റീവർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടില്ല. അതായത് കണ്ടെത്തിയ ബഗ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ബാക്കി ലൈക്ക് നാളത്തേക്ക് നമ്മൾ ഇന്ന നൈറ്റ് ഇരുന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് നാളത്തേക്ക് റെഡിയാക്കും. നാളെ മാച്ചാണ് ഗൈസ്. അപ്പോൾ വലിയ ഓക്കെ അല്ലണ്ണ. അതെ. സോ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അങ്ങനെ തന്നെ ആയിരിക്കും നടത്തുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. ഡിലേ ആയാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നമ്മൾ ഓൾവേസ് റെഡിയാണ്. ഇവിടെ അഡ്മിൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ടൈമിന് വരിക,
VC-യിൽ വന്നിരിക്കുക. കാരണം 12 പ്ലേയേഴ്സ് ഉണ്ട്, 10 പേർക്കാണ് കളിക്കേണ്ടത്, 2 ബാക്കപ്പ് പ്ലേയേഴ്സ് ഉണ്ട്. സോ അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ വന്ന് നിങ്ങൾ അവിടെ ഇരിക്കുക. ഒരു മാച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ അടുത്ത മാച്ചിലോട്ട് കയറി എൻ്റർ അടിക്കുക. നിങ്ങൾ റെഡി ആയിരിക്കണം. നമ്മൾ പറയില്ല 5 മിനിറ്റ്. നമ്മുടെ സെർവർ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പറയും. പക്ഷെ നിങ്ങളുടെ പ്ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി 500 points ബ്രോ. സ്ട്രെയിൻ ചെയ്യത്തില്ല, ഇല്ല നമ്മളിപ്പോ നിർത്തി, മൊത്തത്തിൽ നിർത്തി. യെസ്, ഇവരോട് സ്ട്രെയിൻ ചെയ്യേണ്ട, നാളല്ലേ മെയിൻ. ഇല്ല അവര് വന്ന് കളിച്ചില്ല, അപ്പം അത്ര പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. നാളെ താങ്ക് യു സോ മച്ച്. വന്ന ടീംസിന് എല്ലായിടത്തും സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. കാരണം നിങ്ങൾ കുറേ നേരം വന്നിരുന്നു, പങ്കെടുത്തു, നമുക്ക് കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയും. ചില ടീമുകളൊക്കെ 6 മണി തൊട്ടേ വന്നിരുന്ന ടീമുകളുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വന്നിരുന്നുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് വന്ന എല്ലാ ടീംസിനും എൻ്റെ വകയും എൻ്റെ ടീമിൻ്റെ വകയും ടിവിയുടെ വകയും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കൊടുത്തോളൂ. നമുക്ക് അവരുടെ അടുത്തൊന്ന് ഡിലേ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ടിവിയിൽ എല്ലായിടത്തും കൂടി ചോദിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യാം. ഓക്കെ ബാ. ഇവിടെ പോയത് അവർ പോയണ്ണ, അവരില്ലല്ലോ ഇവിടെ. പള്ളി ടീമല്ലേ അല്ലേ അവരൊക്കെ? എല്ലാം സെറ്റാണ്. ഡിലേ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ലൂട്ട് എടുക്കാൻ നേരത്തെ, എടാ നേരത്തെ പറഞ്ഞ പോലെ ലൂട്ട് എടുക്കാൻ നേരത്തെ അങ്ങനെ എന്തെങ്കിലും നിഞ്ചാടാ മോനെ, താങ്ക് യുടാ എന്റെ അമ്മ. നീ പോയി കിടന്ന് ഉറങ്ങും, എന്നിട്ട് ബാക്കി നമുക്ക് രാവിലെ നോക്കാം. കിടന്ന് ഉറങ്ങും. ചാറ്റിൽ ചിലമാരെ ഭയങ്കര താളമായിരുന്നു. ടെസ്റ്റ് മാച്ചിൽ എന്തൊക്കെയോ കാണിച്ചെന്ന് പറഞ്ഞോണ്ട്. ഇല്ല രണ്ട ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിലേക്ക് എന്തൊക്കെയോ കാണിച്ചു, ഭയങ്കര താളമായിരുന്നു ചാറ്റിൽ കിടന്ന് കുറെ കൂട്ടത്തിനെ. ടെസ്റ്റ് മാച്ച് കിട്ടി അടി മേടിച്ചോണ്ട് പോയിക്കൊണ്ട് തുടങ്ങിക്കോ. നാളെ ബാക്കി അടി അടുത്ത മാച്ച് തരാം. എന്താടാ പിന്നല്ല, അത്രേ ഉള്ളു. ബാക്കി നാളെ നമുക്ക്. എടയ്യോ നീ ലൈവ് നിർത്താൻ പോകുമ്പോ എന്തിനാണ് ഇതൊക്കെ വാരി കുടിക്കുന്നേ? അയ്യോ അണ്ണാ, ലൈവ് നിർത്താൻ പോവല്ലേ നീ? ഇനി ഉറങ്ങൂല അതൊക്കെ കുടിച്ചാ. വാട്ടർ ലോബി വൈപ്പ് ഫ്ലോലെസ്. എടാ ഞാൻ വേറെ പറയട്ടെ, ഇതിനകത്ത് ടോപ്പ് കിൽസ് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ കിൽസ് കാണിക്കൂല. നമുക്ക് സൈറ്റില് അപ്ലോഡ് ആവണം. അത് മനസ്സിലായോ? സൈറ്റില് അവിടെ ഇൻഡിവിജ്വൽ എടുക്കുമ്പോ ഓരോ ആൾക്കാർ എത്ര കില്ല് വെച്ചിട്ടുണ്ടെന്ന് അവിടെ അപ്ലോഡ് ആവും. അതിന്ന് കാണിച്ചിട്ടുണ്ടോ? ആരാണ് ഏറ്റവും വിസ്ഡം 7 കില്ല്, ഹോക്കി 7 കില്ല്. ഹോക്കി ഒരു കളി കളിച്ചടാ അവിടെ. എന്റെ അമ്മ ലവന്മാരെ അടിച്ചത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് 4 പേരെ അടിച്ചിട്ട് അവിടെ. ആ PO ഇതിനകത്ത് കണ്ടു നോക്ക്. ഹോക്കിയുടെ പിന്നെ ജുഗ്രു 4 കില്ല്, സഹദേവൻ 4 കില്ല്, ഡോർക്കിയൊക്കെ ഇവൻ ആണ്ടിലൊരിക്കലേക്ക് വന്നിട്ട് ഡോർക്കി 4 കില്ല്, നിക്കോ 4 കില്ല്, സ്നൈപ്പ് 4 കില്ല്, മുച്ചിറി 4 കില്ല്. മുച്ചിറിയൊക്കെ തലയ്ക്ക് മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടാ. കോച്ച് 3 കില്ല്, പിന്നെ കില്ലോ കോച്ച് 3 കില്ല്, ഇറ്റാച്ചി 3 കില്ല്, JJ 3 കില്ല്, വില്ലുമോ 2 കില്ല്, പ്രണവ് സേട്ട് 2, ആഷ് 2, മാസ് സോനു 2, ടാൻജിറോക്സ് 2, ഡിഫോൾട്ട് 2, ജൂഡോ. ഞാൻ പേര് മാറ്റാൻ മറന്നു. എടാ നീ സ്വന്തം പേര്, നീ പേരിട്ട് കളിക്കടാ. 26 ടീം കില്ല് ഉണ്ടായിരുന്നു. നമുക്ക് 26 ടീം കില്ലുണ്ട്. അത് ഇതിലറിയാൻ പറ്റില്ലോ. 26 കില്ല്. 26 കില്ല്, അവര് 15 കില്ല്, 20 പോയിന്റ്സ്. പ്ലേസ്മെന്റ് പോയിന്റ് 10. നല്ല സെറ്റാണ്. ഇതിൽ തന്നെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. വിത്ത് ഓഡിയൻസിനെ കാണാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലും വരും. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനും ഉണ്ട്. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണേ. ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ത്യയുടെ ഇത് കിക്കിൻ്റെ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. എല്ലാവരും കയറി ഫോളോ അടിക്കുക. അവൻ ലൈവൊക്കെ വരുന്നതാണ്. ഓക്കെ ബ്രോ, ഞാൻ പോവാണേ. ആടാ താങ്ക് യുടാ. ഓക്കേടാ പോയിട്ടോ. ഓക്കെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഇനി ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. സ്പെക്കിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കണം. പിന്നെ വണ്ടിയിലത്
ബാക്കി എല്ലാ ഇഷ്യൂസ് സെറ്റ് ആയിരുന്നടാ? ബാക്കി മറ്റേ വണ്ടി ഇൻവെന്ററി ലൂട്ട് എടുക്കണം അതൊക്കെ ഇഷ്യൂസ് ഇല്ല എടാ അതിനൊന്നും വിഷയമില്ല. ആ ഒരു ചെറിയൊരു സാധനം കാരണം ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായി. ആണല്ലേ? അത് കണ്ടുപിടിക്കാൻ ഇത്ര സമയം എടുത്ത്. ഓക്കെ ഓക്കെ. ശരിക്കും എല്ലാം പക്കായിരുന്നു. സ്ക്രിപ്റ്റ് എല്ലാം ഒരു കുഴപ്പമുണ്ടായില്ല. ആ ഒരു ചെറിയൊരു കൊച്ച സാധനത്തിന്റെ പ്രശ്നത്തിലാണ് ഇതൊക്കെ പ്രശ്നം വന്നത്. ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ എന്നാലും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് അഞ്ചു ദിവസം ഉണ്ടാക്കിയെടുത്ത സ്ക്രിപ്റ്റ് അല്ലോ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി. അപ്പൊ ഗൈസ് നിഞ്ച ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും വീസിലോട്ട് വലിച്ചു തന്നെ. അണ്ണന് മാത്രമല്ല. ഓക്കെ ഓക്കെ പോയിട്ടോ. ഇത് ലാസ്റ്റ് നോക്കട്ടെ. നിങ്ങളെ പി ഒ ഉണ്ടോ? ലൈവ് ആയിരുന്നു. ടാഗ് കൊടുത്തിട്ടുണ്ട്. മോളി ഇട്ട് നല്ലൊരു മോളി ആയിരുന്നു കറക്റ്റ് സമയത്ത്. ആ മോളി വിസ്ഡം അടുത്തൊരു നോക്ക്. R67 വിസ്ഡം. വിസ്ഡത്തിന് തിരിച്ചൊരു കൗണ്ടർ നോക്കിട്ടിരിക്കുന്നു. സോൺ ഔട്ട് ആയി രണ്ടുപേരും. അവര് സോൺ ഡാമേജ് ഇവിടെ അടിച്ചു. നല്ല സോൺ ഡാമേജ് ഉണ്ടല്ലേ? ഫൈനൽ സർക്കിൾ അടിച്ചിടായിരുന്നു കണ്ടോ? ഇപ്പൊ ശബ്ദം കിട്ടും. എനിക്ക് തോന്നുന്നു ടിവി നോക്കാണ്ട് പോയോടാ. പേരാണ്. എനിക്കറിയാം ഇവിടെ ആണെന്ന്. ഞാൻ റിസ്ക് എടുത്തതാണ്. മുകളിലത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടിട്ട്. ലൈഫ് പോണത് ശ്രദ്ധിച്ചോട്ടെ. നീലനൊക്കെ സോൺ മറന്ന് വേറെ സോണിന്റെ ഉള്ളിലോട്ടൊക്കെ പുറത്തോട്ട് എനിക്ക് കാണുന്നത് വേറെ എന്തോ പ്ലാൻ പറയും. ആഷിന്റെ കില്ലും അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. 12 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി ഓജിയില്. ആൻഡ് ദ വിന്നർ ഈസ് TVA. ലൈനപ്പാണ്. അതായിരുന്നു സോണെന്ന് മനസ്സിലായത്. തിരിച്ചാണ് മനസ്സിലാവുന്നില്ല കളറേ. നല്ല കളിയായിരുന്നു. നല്ല കാരണം നമ്മള് ഫോർട്ട്നൈറ്റ് കളിക്കുന്നത് നേരെ തിരിച്ചാ ബ്ലൂ. അപ്പൊ ഗൈസ് എല്ലാവർക്കും എല്ലാം സെറ്റായി വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവന്റെ ചാനൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഫോളോ അടിച്ച് സെറ്റാക്കുക. എനിക്ക് തോന്നുന്നു എത്ര ഫോളോവേഴ്സ്